മങ്കൂസ് മൗലിദ്. അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബിതങ്ങളെ കൊണ്ട് തവസ്സുലാക്കി എന്ന് പറയുന്ന അത് ഖുർആനിലെ ഈ ആയത്തിന് വിരുദ്ധമാണ് എന്ന് പറയുന്ന മങ്കൂസ് മൗലിദിനെ ആക്ഷേപിക്കുന്ന, എതിർക്കുന്ന ആളുകൾ, പ്രമാണങ്ങൾ നമ്മൾ വിശദമായി പരിശോധിച്ചു നോക്കിയാലോ, എത്രയെത്ര കിതാബുകളിലാണ്, ഗ്രന്ഥങ്ങളിലാണ് ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതേ ആയത്തിന്റെ തഫ്സീർ നമ്മൾ കിതാബുകളിൽ നിന്ന് പരിശോധിച്ചു നോക്കിയാൽ ഇമാം ഖുർത്തുബി തങ്ങളുടെ തഫ്സീറിൽ, ദുറുൽ മൻസൂറില്, റൂഹുൽ മആനിയിൽ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള തഫ്സീറിന്റെ കിതാബുകൾ പരിശോധിച്ചു നോക്കിയാൽ, ഇനി ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ, ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഈ സംഭവം രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? മൗലിദ് കിതാബിൽ നബിതങ്ങളുടെ മഹത്വം പറയാൻ ഈ വിഷയം ഉദ്ധരിച്ചപ്പോഴത്തേക്ക് മങ്കൂസ് മൗലിദ് എങ്ങനെയാണ് എതിർക്കപ്പെടേണ്ടതായി മാറുക? നിങ്ങൾ നോക്കൂ, ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയാണ്, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട്. അപ്പോൾ അല്ലാഹു തആല ചോദിക്കുകയാണ്, വകൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ലല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ ആളെ അറിഞ്ഞിട്ടുള്ളത്? അപ്പോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ലിഅന്നക ലമ്മാ ഖലഖതനി, പടച്ചോനെ നീ എന്നെ സൃഷ്ടിച്ചപ്പോൾ, എനിക്ക് ജീവൻ നൽകിയപ്പോൾ ഞാൻ എന്റെ തല ഉയർത്തി. അപ്പോൾ അർശിന്റെ തൂണിൽ രേഖപ്പെട്ട് വെച്ചത്, പെടുത്തപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് ഞാൻ കണ്ടു. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കി, അന്നക ലം തുളിഫ് ഇല ഇസ്മിക ഇല്ലാ അഹബ്ബൽ ഖൽഖി ഇലൈക, നീ നിന്റെ പേരിനോട് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ പേര് മാത്രമേ രേഖപ്പെടുത്തുകയുള്ളൂ എന്ന്. അപ്പൊ അല്ലാഹു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഇന്നഹു ലാ അഹബ്ബുൽ ഖൽഖി ഇലയ്യ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉദ്ഉനി ബിഹഖ്ഖിഹി ഫഖദ് ഗഫർതു ലക, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ. ഞാൻ പറയുന്നത്, ഈ ഹദീസ് മഹത്തുക്കളായ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തി വെക്കുകയാണ് പണ്ഡിതന്മാരായ ആളുകൾ. ഇതാണ് ഈ സംഭവത്തെ ചുരുക്കിയിട്ട് അലാ ഹുവല്ലദീ തവസ്സല ബിഹി ആദം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം നബി തങ്ങളെ കൊണ്ട് തവസ്സുലാക്കി എന്ന് മങ്കൂസ് മൗലിദിൽ പറയാണ്. എത്ര കിതാബുകളിലാണ് ഇതുള്ളത്? മുസ്തദറക്കിലുണ്ട്, ദലായിലുൻ നബുവയിലുണ്ട്, അതുപോലെ ഇമാം തബറാനി തങ്ങളുടെ മുഅ്ജമുസ് സഗീറിലുണ്ട്, സുബുലുൽ ഹുദാ വറഷാദിലുണ്ട്, അതുപോലെ മജ്മുഉസ് സവായിദിലുണ്ട്, അൽ ബിദായത്ത് വന്നിഹായയിലുണ്ട്. ഒരു കെട്ടുകഥ, പാടില്ലാത്തൊരു കള്ളക്കഥ, ഒരിക്കലും പറഞ്ഞുകൂടാത്തത് എന്നതാണെങ്കിൽ ആ ഒരൊറ്റ കാരണം കൊണ്ട് അതൊക്കെ തള്ളപ്പെടൂലേ? അല്ലെങ്കിൽ ഇമാമികള് ഇത് തള്ളപ്പെടേണ്ടതാണ്, മൗദൂഅാണ് എന്ന് പറയൂലേ? അങ്ങനെയല്ലേ അവർ പറയാ? തഫ്സീറിന്റെ കിതാബുകൾ നമ്മൾ കാണുകയാണ്. ഇമാം ഖുർത്തുബി തങ്ങൾ എത്രത്തോളം പറഞ്ഞു എന്നറിയോ? വഖാലതു ത്വായിഫത്തുൻ റആ മക്തൂബൻ അലാ സാഖിൽ അർശി മുഹമ്മദുർ റസൂലുള്ളാഹ്, അർശിന്റെ തൂണിൽ എഴുതപ്പെട്ടത് കണ്ടു. ഈ തലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് പറഞ്ഞ ആ കലിമത്തുകൾ ഏതൊക്കെ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയാണ്, തഫ്സീറുകളിൽ പറയാണ്, ആ കലിമത്തുകളിൽ മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ പറയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതപ്പെട്ടത് കണ്ടു. ഫതശഫഅ ബിദാലിക ഫഹിയൽ കലിമാത്ത്, അതുകൊണ്ട് ഇതൊക്കെ കലിമാത്തുകളിൽ പെട്ടതാണ് എന്ന് ഇമാം ഖുർത്തുബി തങ്ങൾ വിശദീകരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ബഹറുൽ ഉലൂമിൽ ഇമാം സമർഖന്ദി തങ്ങൾ മഹാനവലുകൾ രേഖപ്പെടുത്തിയത് കാണാൻ കഴിയും. ഖാല ബഅദുഹും ഖാല ബിഹഖി മുഹമ്മദിൻ അൻ തഖബല തൗബതി എന്ന്
മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹഖ് കൊണ്ട് എന്റെ തൗബ സ്വീകരിക്കണം. അപ്പോൾ അല്ലാഹു തആല ചോദിച്ചു, വമിൻ ഐന അറഫ്ത മുഹമ്മദൻ, നിങ്ങൾക്ക് എവിടെ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയാൻ കഴിഞ്ഞു? അപ്പോൾ പറഞ്ഞു, റഅയ്തു ഫീ കുല്ലി മൗദിഇൻ മിനൽ ജന്നത്തി, സ്വർഗ്ഗത്തിൽ നിന്നുള്ള എല്ലാ സ്ഥലത്തും രേഖപ്പെടുത്തപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന്. ഫഅലിംതു അന്നഹു അക്രമു ഖൽഖിക അലൈക, അവിടുന്ന് ഏറ്റവും നിനക്ക് ഇഷ്ടപ്പെട്ട, നിനക്ക് ഏറ്റവും ആദരണീയനായ വ്യക്തിത്വമാണ്, ഖൽഖാണ്, സൃഷ്ടിയാണ് എന്നെനിക്ക് മനസ്സിലായി എന്ന് പറയാണ് ആ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അല്ലാഹു തആല മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തൗബ സ്വീകരിച്ചു. ഇത് ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തുകയല്ലേ, ഗ്രന്ഥങ്ങളിലൊക്കെ രേഖപ്പെടുത്തുകയല്ലേ. നിങ്ങൾ നോക്കൂ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ ക്രോഡീകരിച്ചിട്ട് ഇബ്നു തൈമിയ വരെ, അദ്ദേഹം വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിശദമായി കിടക്കാൻ ആഗ്രഹിക്കുകയല്ല. ഇബ്നു തൈമിയ വരെ ഫഹാദൽ ഹദീസു യുഅയ്യിദു അല്ലദീ ഖബ്ലഹു വഹുമാ കത്തഫ്സീരി ലിൽ അഹാദീസി സ്വഹീഹത്തി, ഇബ്നു തൈമിയ വരെ പറയുകയാണ്. അപ്പൊ ഇബ്നു തൈമിയ വരെ അംഗീകരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബുകളിൽ ഇതിന്റെ ഒരുപാട് പരമ്പരകൾ ഉണ്ട് എന്നും മറ്റുമൊക്കെ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. അതങ്ങനെ തള്ളപ്പെടേണ്ടതല്ല എന്നുകൂടി പറയുകയാണ്. അത്രയും വ്യക്തമായ ഒരു വിഷയം, ആ വിഷയം ജനങ്ങളുടെ ഇടയിൽ ഇവർ പറയാണ് മഖൂസ് മൗലിദിൽ ഖുർആനെതിരുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തവസ്സുല് അത് ഖുർആനും പ്രമാണങ്ങൾക്കും വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് മഖൂസ് മൗലിദിനെതിരെ പ്രചരിപ്പിക്കുന്ന ആളുകൾ, നമ്മൾ ദീനിന്റെ അറിവുകൾ കൂടുതൽ പഠിക്കുമ്പോൾ ഈ ബിദ്അത്തിന്റെ ആളുകൾ, പുത്തനാശയക്കാര്, അവരുടെ പ്രചാരണങ്ങൾ അത് പ്രമാണ വിരുദ്ധമാണെന്ന് ബോധ്യപ്പെടും.